ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരു 10:30 മണിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ പണിക്കാരൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ അവർക്ക് ചായയും കടിയൊക്കെ കൊടുക്കുകയാണ്. അപ്പം അന്ന് നമുക്ക് ചായക്ക് കടി ഇഡ്ഡലിയും സാമ്പാറും ഇനി കേട്ടോ. അപ്പം നമ്മളവിടെ എന്താ ഉണ്ടാക്കുന്നത് അത് അവർക്കും കൊടുക്കും. പിന്നെ ദോശ ഇഡ്ഡലിയൊക്കെയാണ് അവർ വരാൻ നേരത്ത്, അവർ കുടിക്കാൻ നേരത്ത്, വരാൻ നേരത്തല്ല കുടിക്കാൻ നേരത്ത് ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ. അപ്പം അങ്ങനെ ചായയും കടിയൊക്കെ കൊടുത്ത് പിന്നെ ഒരു 12 മണി കഴിക്കണേ. അപ്പം ക്ലീനിങ്ങൊക്കെ കമ്മിയാണ്, കാരണം അകത്ത് കൂടെ ആകെ വല്ല വർക്ക് നടക്കല്ലേ. അപ്പോൾ കിച്ചൺ മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പം അങ്ങനെ വെള്ളരിക്ക കറി മീൻ പൊരിച്ചതൊക്കെ കഴിക്കണം. അപ്പം ഇനി പയർ ഉപ്പേരി വെക്കണം. അപ്പോൾ പയറും ഒരു പച്ചക്കായ ഉണ്ടായിന്, അത് രണ്ടും പാടെ ഇട്ടുങ്ങാണ്ടാണ് ഉപ്പേരി വെക്കണത്. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞുകാണ്ട് ഉള്ളി മൂപ്പായപ്പം പിന്നെ ഞാനേക്ക് കഴുകി വെച്ച പയറും കായും രണ്ടും പാടെ അരിഞ്ഞ് വെച്ചതിന്. അപ്പോൾ അതൊക്കെ ഇട്ടെടുത്ത് പിന്നെ ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് ആവിയിൽ അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തിരക്കപ്പെട്ട് വീഡിയോ എടുക്കാനോ വോയിസ് എടുക്കാനോ എഡിറ്റ് ചെയ്യാനൊന്നും കഴിയാതായിട്ടോ. അതപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും ഇടാത്തത്. അങ്ങനെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പം അങ്ങനെ എല്ലാവരും ഓണപ്പൂട്ടിൻ്റെ അവധിക്കൊക്കെ വിരുന്ന് പോയി. എല്ലാവരും പോയി കാണൂലേ? ഞാൻ പോയിട്ടില്ല, എനിക്കും വേണം ഒരു ദിവസം എന്തെങ്കിലും പോയി നിൽക്കാൻ. അപ്പോൾ വീട്ടിൽ പണിക്കാരുണ്ടായതുകൊണ്ട് എനിക്ക് പോകാൻ കൂടിയിട്ടില്ല. അപ്പോൾ വോയിസ് എടുക്കണ നേരത്ത് പണിക്കാരൊക്കെ ഓരോ വർക്കൊക്കെ കഴിഞ്ഞ് പോയിട്ടോ. അങ്ങനെ മീനൊക്കെ പൊരിച്ചെടുത്തു. അയില മീനാണ്. പിന്നെ വെള്ളരിക്ക കറി ഉണ്ടാക്കിക്കണേ. പിന്നെ പപ്പടം ഉണ്ട്, ഉപ്പേരി ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഉച്ചക്ക് ഫുഡ് കൊടുക്കാനായിക്കണം. അപ്പോൾ 2-2:30 ആയിക്കണം കേട്ടോ ഒരു ചോറ് തിന്നുമ്പോൾ. കാരണം ഒരു വർക്ക് ഇങ്ങോട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ചോറ് കഴിക്കുള്ളൂ. അപ്പം അങ്ങനെ അവർക്ക് ചോറൊക്കെ വിളമ്പി പിന്നെ പണിക്കാരെ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചധികം ക്ലീനിങ് ഇനി. അതുകൊണ്ട് ഇനി പിന്നെ ഇന്നലെ വീഡിയോ ഇടാഞ്ഞ്. അധികം എന്ന് പറഞ്ഞാൽ നല്ലോണം ഉണ്ട്. ആകെ അകത്ത് കൂടി ഒക്കെ പൊടിയല്ലേ. ഇനി കുറച്ച് പെയിൻറ്റിങ്ങും കൂടി ഉണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം അതും കൂടി ചെയ്യാൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഏറ്റെടുത്ത കാറ്ററിംഗ് വർക്ക് ഉണ്ടാവും. അങ്ങനെ ഒക്കെപ്പാടായിട്ട് എന്തിനാ ഭയങ്കര ബിസി ആയിപ്പോയി, വിരുന്ന് പോകാനും കൂടി കഴിയാതെ. അപ്പം ഇൻഷാ അല്ലാ ഞാൻ നാളെ ഒന്ന് പോയി നോക്കണം വീട്ടിലേക്ക്. അപ്പം അങ്ങനെ ചോറൊക്കെ എടുത്ത് വെച്ചിരിക്കണം. അപ്പം മിഥുവിനെ ഏൽപ്പിച്ച് കേട്ടോ അവിടെ കൊണ്ടുപോയി ഹാളിൽ കൊണ്ടുപോയി വെക്കാൻ. അപ്പം നിലത്താണ് വെക്കൽ, കാരണം ടേബിളും കാര്യങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുപോയി വെച്ചിക്കണല്ലോ. ആകെ ഫ്രീ ആയി കിടക്കുകയാണ് ഹാളും ലിവിങ്ങും ഒക്കെ. അപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കലാണ്. അപ്പം അങ്ങനെ വിളമ്പി കൊടുത്താൽ മിഥു വാവ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോകും. വാവ പിന്നെ ഇവിടെ എല്ലാം വിരുന്ന് പോയതാണ് എൻ്റെ വീട്ടിലേക്ക്. മിഥു പിന്നെ മദ്രസയിൽ പരിപാടിയും കാര്യങ്ങളും ദഫും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഓന് പോകാൻ കൂടിയിട്ടില്ല. അങ്ങനെ ഓൽക്കൊക്കെ ഫുഡ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളും കഴിച്ചിട്ടോ. അപ്പം ഇനി മക്കളൊക്കെ വരാനായിക്കണം, അംഗൻവാടി വിട്ടുങ്ങാണ്ട്. അപ്പം 3 മണി 3:30 ആയിക്കണം. 3:30 ആകുമ്പോൾ അവരെത്തും. ഇനി പണിക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ അകൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ. ഏതായാലും വർക്ക് അവസാന ഘട്ടത്തിലേക്കണം. കൂടി കഴിഞ്ഞാൽ അവർ ഇന്ന് പോവുകയാണ്. ആദി എന്താടേ ആദ്യ അതെന്താ? ബനാനെ ഓന് കൊടുക്കടാ ബനാന. അപ്പൊ നൂഡിൽസ് ഉണ്ടായിന്, ഉണ്ടാക്കി തരാം അവിടെ അടങ്ങിയിരിക്കാറപ്പോ കണ്ട നല്ല അനുസരണേര് രണ്ടാളും ഇരിക്കണ്. അത് കഴിച്ചോളഞ്ഞ് നല്ല സ്നേഹിക്കാരട്ടോ. കഴിക്കാൻ പറ്റാത്ത സാധനമൊക്കെ നല്ലോണം കഴിച്ചോളും. അപ്പം ഞാൻ അത് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാളും നല്ല അനുസരണയിൽ അവിടെ ഇരിക്കണമുണ്ട്. അങ്ങനെ ഏതായാലും ഞാൻ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ നൂഡിൽസ് ആകുമ്പോൾ നല്ലോണം കഴിച്ചോളും. അങ്ങനെ രണ്ടാൾക്കും നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ എനിക്ക് കുറച്ച് അവിടെ പച്ചമുളകുണ്ട്, നമ്മളെ കാന്താരി മുളകും പിന്നെ കുറച്ച് സാധാ വലിയ മുളകൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലോണം മൂത്ത് പഴുത്ത് പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ അതൊന്നും പറിക്കാൻ കുറച്ച് ദിവസമായിട്ട് സമയമേ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ അതൊക്കെ പുറത്ത് പോയി പറിച്ച് കൊണ്ടുവന്നിട്ടു. അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതും പറിച്ചെടുത്തു. അങ്ങനെ തൂമ്പ് ഇങ്ങനെ നുള്ളിയേക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല വെള്ള കാന്താരിയും നല്ല ചെറിയ കാന്താരിയും വലിയ മുളകും കുറച്ച് റംബുട്ടാനും സപ്പോട്ടയും നമ്മളെ തൊടിയിലുള്ളതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് കുറച്ച് ഇങ്ങനെ പറിച്ചു പോന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമല്ലേ, രസമാണ്, ഒരു സന്തോഷമാണ്. അപ്പോൾ സപ്പോട്ടയൊക്കെ നല്ലോണം മൂത്തുകണ്. അപ്പോൾ ഒരു 4-5 ഉണ്ടായിനി, പൊട്ടിച്ചെടുത്ത് പോന്നു. പിന്നെ കറിവേപ്പിൻ്റെലും തന്നെ ഇങ്ങനെ തൂമ്പ് പൊട്ടിച്ചാലല്ലേ തീർത്ത് വരുള്ളൂ. അപ്പം അങ്ങനെ അതും കുറച്ച് പൊട്ടിച്ചു. പിന്നെ മുളകുകളും നമ്മളെ എന്താ പറയുക റംബുട്ടാനും ഉണ്ട്. റംബുട്ടാൻ കഴിഞ്ഞിക്കണം, ഇനി വരില്ല, ഉള്ളതൊക്കെ പറിച്ചു പോന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഉണ്ടല്ലോ നമ്മളെ ഈ വലിയ കാന്താരിയും ചെറിയ കാന്താരി ഉണ്ടല്ലോ, അതിൽ നല്ല എരിവുള്ള കാന്താരിയും അതേപോലെ നല്ല ടേസ്റ്റുള്ള കാന്താരിയും ഒക്കെ ചെറിയ കാന്താരിയാണ് കേട്ടോ. വലിയ കാന്താരിക്ക് എരിവ് അധികം കമ്മിയാണ്, തീരല്ല.
നമ്മളെ സാധാ പച്ചമുളക് ഉണ്ടല്ലോ അതേക്കെ ഒരു എരിവുള്ളൂ. നേരെ മറിച്ച് ഈ ചെറിയ കാന്താരി അതൊന്നിട്ടാൽ തന്നെ ഇട്ട ഫലയിക്കാരം. വെള്ളക്കാന്താരിയും സാധാ പച്ചമുളകും ചെറിയ കാന്താരിയും ഒക്കെ വേറെ വേറെ മാറ്റി വെച്ചിട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്താലോ. അപ്പം ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.